നമ്മളോട് പൊതുവെ ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പം നമ്മൾ നോർമലി എന്താ ചെയ്യുക? യെസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടൊക്കെ നിൽക്കും അല്ലേ? എങ്ങനെ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങണം, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ തന്നെ എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നുള്ളത് പലർക്കും ഒരു പ്രശ്നമാണ്. എൻ്റെ പല സ്റ്റുഡൻസും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 6 പാറ്റേൺസ് ആണ്. 6 പാറ്റേൺസ് എങ്ങനെ ഒരു സെൻറ്റൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബ്യൂട്ടിഫുൾ ആയിട്ട്. അതായത് നല്ല രീതിയിൽ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് തോന്നും, ഓ നല്ല വേർഡ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്, ഓ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ തോന്നുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 6 പാറ്റേൺസ് ആണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ 6 പാറ്റേൺസിൽ 5 എണ്ണം നല്ല പാറ്റേൺസ് ആണ്, ഓക്കെ. പക്ഷേ ഇതിൽ ലാസ്റ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. സോ 6ാമത്തെ പാറ്റേൺ വരെ നിങ്ങൾ കാണാം, മൊത്തം വീഡിയോയും കാണാം. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ. അത് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം എന്താണ്, നമ്മൾ എഴുതി പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലത് പതിയും, കുറച്ചുകൂടി ലോങ് ആയിട്ട് അത് പതിങ്ങി നിൽക്കും. സോ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതുക. ഇപ്പം സമയമില്ലെങ്കിൽ വീഡിയോ കാണാൻ നിൽക്കരുത്, ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് പിന്നീട് എപ്പോഴാണോ ടൈം ആ സമയത്ത് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ക്ലാസ്. നമ്മുടെ ഫസ്റ്റ്, പിന്നെ വേറൊരു കാര്യം, ഇത് ഓഫീസിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് ആണ് കേട്ടോ. നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഫോർമലായിട്ടൊരു ഓൺട്രപ്രനർ ആണ്, ബിസിനസ് മാൻ ആണ്, നിങ്ങൾക്ക് കൂടുതലായിട്ടും ക്ലയൻറ്റ് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ട്, ക്ലയൻസുമായിട്ടൊക്കെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഫോർ യു. ഓക്കെ, സോ ഫസ്റ്റ് പാറ്റേൺ ആണ് ഐ ടെൻഡ് ടു. ടെൻഡ് എന്ന് എടുത്ത് പറയരുത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഐ ടെൻഡ് ടു എന്ന് പറഞ്ഞാൽ മതി. ഡി അവിടെ പാർഷ്യലി സൈലന്റ് ആണ്. ഐ ടെൻഡ് ടു എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, പൊതുവേ നമ്മൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്, പൊതുവേ ഞാൻ ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഐ ടെൻഡ് ടു എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാം. ഐ എക്സ്പ്ലെയിൻ. അത് നമ്മൾ പറയാണ്, ഞാൻ പൊതുവേ നേരത്തെ എണീക്കാറുണ്ട് എന്ന് പറയണം. ഞാൻ പൊതുവേ നേരത്തെ എണീക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയാ? യൂഷ്വലി എങ്ങനെയാണ് പറയാ? ഈ യൂഷ്വലി എന്നുള്ള വാക്ക് യൂസ് ചെയ്യും. ഐ യൂഷ്വലി വേക്കപ്പ് ഏർലി. അത് വേണ്ട, അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഐ ടെൻഡ് ടു വേക്കപ്പ് ഏർലി. സോ ഐ യൂഷ്വലി അല്ലെങ്കിൽ പൊതുവേ എന്നുള്ളത് മാറ്റിയിട്ട് ഐ ടെൻഡ് ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുക. ഐ ടെൻഡ് ടു വേക്കപ്പ് ഏർലി അല്ലെങ്കിൽ ഐ ടെൻഡ് ടു റീച്ച് ഓഫീസ് ഓൺ ടൈം. ഞാൻ പൊതുവേ ഓഫീസിൽ സമയത്തിന് എത്താറുണ്ട്. ഐ ടെൻഡ് ടു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് കോഫി. ഞാൻ പൊതുവേ ഒത്തിരി കോഫി കുടിക്കാറുണ്ട്. സോ പൊതുവേ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസാണ് ഐ ടെൻഡ് ടു. വേറെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഐ ടെൻഡ് ടു റീഡ് എ ലോട്ട് ഓഫ് ബുക്സ്, ഐ ടെൻഡ് ടു വാച്ച് എ മൂവി എവറി വീക്ക്, അല്ലെങ്കിൽ ഐ ടെൻഡ് ടു റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ, ഐ ടെൻഡ് ടു മീറ്റ് ന്യൂ പീപ്പിൾ. അതായത് ഞാൻ പൊതുവേ ഇങ്ങനെ ചെയ്യാറുണ്ട്. സോ ഐ ടെൻഡ് ടു എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഞാൻ പൊതുവേ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ പൊതുവേ ഒത്തിരി കോഫി കുടിക്കാറുണ്ട്. ഐ ടെൻഡ് ടു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് കോഫി. ഞാൻ പൊതുവേ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ട്. ഐ ടെൻഡ് ടു റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ. ഞാൻ പൊതുവേ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഐ ടെൻഡ് ടു റീഡ് എ ലോട്ട് ഓഫ് ബുക്സ്. സോ ഞാൻ പൊതുവേ ചെയ്യാറുണ്ട് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഐ ടെൻഡ് ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ടെൻഡ് എന്ന് പറയരുത്. ടെൻഡ് ഡി ഉണ്ട് അവിടെ, അതുകൊണ്ട് ടെൻഡ് എന്ന് പറയണം, അങ്ങനെയില്ല. സോ ഡി ഈസ് ലൈക്ക് വെരി ലൈക്ക് പാർഷ്യലി സൈലന്റ്, നമ്മൾ അങ്ങനെ ഉച്ചരിക്കത്തില്ല, പ്രൊമിനൻ്റ് അല്ല. സോ ഐ ടെൻഡ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ലോവർ കേസിൽ ഐ ടെൻഡ് ടു എന്ന് പറഞ്ഞാൽ മതി. ആ ഒരു ഫ്രേസ് യൂസ് ചെയ്താൽ മതി. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഫ്രേസ് ഐ ഹാപ്പൻ ടു. ഈ ഐ ഹാപ്പൻ ടു എന്ന് പറയുന്നത് എപ്പോഴാണ്? ബൈ ചാൻസ് എക്സ്പെക്റ്റ് ചെയ്യാതെ നടക്കുന്ന സംഭവത്തിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോഴാണ് ഐ ഹാപ്പൻ ടു എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, എടാ എനിക്ക് അവനെ അറിയാം, വിച്ച് വാസ് നോട്ട് എക്സ്പെക്റ്റഡ്. നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തില്ല. അവനെ ഈ അറിയാവുന്ന ഒരാളെ അവിടെ വെച്ച് കാണുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ നമ്മുടെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഒരു ഇൻ്റർവ്യൂ എന്തോ നടക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാൾ ദേ ഇരിക്കുന്നു, നമുക്കവനെ അറിയാം. സോ അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചില്ല അവൻ ഇവിടെ ഇൻ്റർവ്യൂവിന് വരുമെന്ന്. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന കൊളീഗിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിൻ്റെ അടുത്തോ പറയാണ്, എടാ എനിക്ക് അവനെ അറിയാം. സോ നമ്മൾ എങ്ങനെ പറയാം? ഐ ഹാപ്പൻ ടു നോ ഹിം. ഐ ഹാപ്പൻ ടു എന്നവിടെ യൂസ് ചെയ്തത് അവനെ ഇവിടെ വെച്ച് കാണുമെന്നോ അവനെ നമുക്ക് അറിയാമെന്നോ നമ്മൾ പ്രതീക്ഷിച്ചതേയല്ല. അതായത് നമുക്കറിയാവുന്ന ഒരാൾ ഇൻ്റർവ്യൂവിന് വരുമെന്നോ അല്ലെങ്കിൽ ഈ ഒരാൾ ഇൻ്റർവ്യൂവിന് വരുമെന്നോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന കാര്യത്തിനെ പറ്റി പറയാനാണ് ഐ ഹാപ്പൻ ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുന്നത്. വേറെ എക്സാമ്പിൾ നോക്കാം. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, എടാ നമുക്ക് നാളെ സിനിമയ്ക്ക് പോയാലോ, നീ നാളെ ഫ്രീ ആണോ?
ഐ ഹാപ്പൻ ടു ബി ഫ്രീ ടുമോറോ എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നാളെ ഫ്രീ ആകേണ്ടതല്ല, പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ നാളെ ഫ്രീ ആണ്. സോ ഐ ഹാപ്പൻ ടു ബി ഫ്രീ ടുമോറോ വിച്ച് ഇസ് നോട്ട് നോർമൽ. സാധാരണ ഞാൻ ഫ്രീ ആവേണ്ടതല്ല, പക്ഷെ എന്തോ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ നാളെ ഫ്രീ ആണ്. വേറെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് പോവാണ്. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് ഫ്രണ്ട് പറയാണ്, എടാ ഞാനിന്ന് വരുന്നില്ല, എനിക്ക് വേറൊരു പരിപാടിയുണ്ട്. നമ്മൾ വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് പറയാം, എടാ എൻ്റെ പ്രതീക്ഷിക്കാത്തൊരു ടിക്കറ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട്, നീ സിനിമയ്ക്ക് വരുന്നുണ്ടോ? അപ്പോൾ അതെങ്ങനെ പറയും? ഐ ഹാപ്പൻ ടു ഹാവ് എൻ എക്സ്ട്രാ ടിക്കറ്റ്. എക്സ്ട്രാ ടിക്കറ്റ് ഉണ്ടാവേണ്ടതല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അങ്ങനെ ഒരു എക്സ്ട്രാ ടിക്കറ്റ് ഉണ്ടാവും എന്നുള്ളത്. പ്രതീക്ഷിക്കാതെയാണ് എക്സ്ട്രാ ടിക്കറ്റ് കയ്യിൽ വന്നത്. സോ ഐ ഹാപ്പൻ ടു ഹാവ് ആൻ എക്സ്ട്രാ ടിക്കറ്റ്, ഡു യു വാണ്ട് കം ഫോർ ദ മൂവീസ് വിത്ത് മീ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു കാര്യം നടന്നു എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ കരുതിയില്ല, പക്ഷെ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഐ ഹാപ്പൻ ടു എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാപ്പൻ ടു വിസിറ്റ് ഹിസ് ഹോം ഓൺ മൈ വേ ടു ശ്രീലങ്ക എന്ന് വെച്ചാൽ ഞാൻ ശ്രീലങ്കയിൽ പോയിക്കൊണ്ടിരുന്ന വഴിയിൽ ഞാൻ അവൻ്റെ വീട് വിസിറ്റ് ചെയ്തു. കാരണം അതെൻ്റെ പ്ലാനിലില്ലായിരുന്നു അവൻ്റെ വീട് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്, എക്സ്പെക്ട് ചെയ്യാതെ നടന്നൊരു കാര്യമാണ്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഐ ഹാപ്പൻ ടു എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി അടുത്തത് ഐ വാസ് അബൌട്ട് ടു. ഐ വാസ് അബൌട്ട് ടു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കാര്യം ചെയ്യാൻ പോവായിരുന്നു, ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ച് ചെയ്യാൻ പോവായിരുന്നു, അപ്പോൾ വേറൊരാളത് ചെയ്തു, അല്ലെങ്കിൽ അതെന്തായെന്ന് വേറൊരാൾ ചോദിച്ചു. ഫോർ എക്സാമ്പിൾ, സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമായിരിക്കും, നമ്മളോട് അമ്മമാരിങ്ങനെ പറയത്തില്ലേ, റൂം വൃത്തിയാക്ക്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളോട് പറയും അത് ഇത് ചെയ്യും, നമ്മളോട് പറയാണ്. അപ്പം നമ്മളത് ചെയ്യാൻ പോവായിരുന്നു, അപ്പോൾ അവർ പറയും അതെന്തായി, ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം ഞാനത് ചെയ്യാൻ പോവായിരുന്നു എന്ന് പറയത്തില്ലേ. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഐ വാസ് അബൌട്ട് ടു എന്ന് പറയുന്നത്. ഐ വാസ് അബൌട്ട് ടു കോൾ ഹിം. ഒരു നോർമൽ എക്സാമ്പിൾ പറയാണ്, നമ്മളോട് നമ്മുടെ അമ്മ 2-3 തവണ പറഞ്ഞു, എടാ നീ നിൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കുന്നത്. നമ്മളാണെങ്കിൽ വിളിച്ചിട്ടില്ല. അപ്പം നമ്മുടെ അമ്മ നമ്മളോട് ചോദിക്കുകയാണ്, എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞു നീ നിൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കാൻ, നീ വിളിച്ചോ? അപ്പം ഞാൻ വിളിക്കാൻ പോവായിരുന്നു, ഐ വാസ് അബൌട്ട് ടു കോൾ. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ വാസ് അബൌട്ട് ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഐ വാസ് അബൌട്ട് ടു കോൾ യു. ഞാൻ നിന്നെ വിളിക്കാൻ പോവായിരുന്നു. എന്താ നീ എന്നെ ഇത്രയും നേരമായിട്ട് വിളിക്കാത്തതെന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാൻ പോവായിരുന്നു. അതെങ്ങനെ പറയാം? ഐ വാസ് അബൌട്ട് ടു കോൾ യു. ഇനി നമ്മൾ ഒരു പാർട്ടിക്ക് പോവാന്ന് നേരത്തെ ഏറ്റു. അപ്പം നമ്മൾ ഓഫീസിലാണ്, നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പം നമ്മുടെ ഫ്രണ്ട് വിളിച്ച് ചോദിക്കുക, എടാ നീ ഇറങ്ങിയോ, എവിടെ എത്തി, തിരിച്ചോ, എന്തായി, ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേ? അപ്പം നമ്മൾ പറയാം ഞാൻ ഇറങ്ങാൻ പോവായിരുന്നു, ഐ വാസ് അബൌട്ട് ടു ലീവ്. ഇറങ്ങിയില്ല, ഇറങ്ങാൻ പോവായിരുന്നു, ഇപ്പം ഇറങ്ങാൻ പോവായിരുന്നു, ഐ വാസ് അബൌട്ട് ടു ലീവ്. വേറെ എക്സാമ്പിൾ നോക്കാം. നമ്മളാണെങ്കിൽ വീട്ടിൽ നിന്ന്, എൻ്റെ കേസിലൊക്കെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിക്കുമ്പോൾ നമ്മളോട് ചോദിക്കും ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം ഉണ്ടാക്കിയോ? അപ്പം ഞാൻ പറയാണ് ഭക്ഷണം ഉണ്ടാക്കിയില്ല, ഞാൻ ഉണ്ടാക്കാൻ പോവായിരുന്നു. അപ്പം അതെങ്ങനെ പറയാം? ഐ വാസ് അബൌട്ട് ടു കുക്ക്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ പോവായിരുന്നു. സോ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവായിരുന്നു, അപ്പോഴാണ് നീ ചോദിച്ചത്, അല്ലെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ ചോദിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസാണ് ഐ വാസ് അബൌട്ട് ടു എന്നുള്ളത്. ഓക്കെ, ഐ വാസ് അബൌട്ട് ടു ഗോ ഹോം, ഐ വാസ് അബൌട്ട് ടു ഗെറ്റ് ഇൻ ടു ദ ടാക്സി, ഐ വാസ് അബൌട്ട് ടു ജംപ്. അപ്പം ചെയ്യാൻ പോവായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഐ വാസ് അബൌട്ട് ടു എന്നുള്ള ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നാലാമത്തെ പാറ്റേൺ, നമ്മളിപ്പം ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ കാര്യം എന്താന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ പറയത്തില്ലേ? ഞാൻ പറയാറുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കാര്യം എന്താന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ പറയാറില്ലേ? അപ്പം അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് ദ തിങ് ഈസ്. ഇംഗ്ലീഷിൽ നമ്മൾ ദ തിങ് ഈസ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയാണ്, നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, എടാ നീ ഇന്ന് എൻ്റെ കൂടെ കോഫി കുടിക്കാൻ വരുന്നുണ്ടോ? അപ്പം നമ്മൾ പറയാം എടാ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഭയങ്കര തിരക്കിലാണ്. ഇത് നമ്മൾ എങ്ങനെ പറയും? ഭയങ്കര തിരക്കിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം ബിസി ടുഡേ, അല്ലെങ്കിൽ ഐ എം വെരി ബിസി ടുഡേ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇറ്റ്സ് എ ഹെക്റ്റിക് ഡേ എന്ന് നമുക്ക് പറയാം. അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പറയാം? ദ തിങ് ഈസ്. സോ ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് എങ്ങനെ പറയും? ദ തിങ് ഈസ് ഐ എം വെരി ബിസി ടുഡേ. അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് ഭയങ്കര തിരക്കിലാണ്. വേറെ എക്സാമ്പിൾ നോക്കാം. നമ്മളോട് ആരോ ഒരാൾ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ഏൽപ്പിച്ചു, ഒരു മെയിൽ അയക്കാനോ അല്ലെങ്കിൽ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനോ നമ്മളെ ഏൽപ്പിച്ചു, നമ്മളത് മറന്നുപോയി. അപ്പം നമ്മളത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഐ ഫൊഗോട്ട് അബൌട്ട് ഇറ്റ്, അല്ലേ? ഞാൻ മറന്നുപോയി, ഐ ഫൊഗോട്ട് അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതുപോലെ ഇറ്റ് സ്ലിപ്പ് മൈ മൈൻഡ്. അപ്പോൾ അങ്ങനെ നമ്മളത് മറന്നുപോയി എന്നെങ്ങനെ പറയാം? ഇറ്റ് സ്ലിപ്പ് മൈ മൈൻഡ് അല്ലെങ്കിൽ ഐ ഫൊഗോട്ട് അബൌട്ട് ഇറ്റ്.
അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനത് മറന്നുപോയി എന്നെങ്ങനെ പറയും? ദ തിങ് ഈസ് ഐ ഫർഗോട്ട് അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ ദ തിങ് ഈസ് ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്. വേറെ എക്സാമ്പിളും കൂടി പറയാം. നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ പറയാണ്, എടാ അവൻ ഒരിക്കലും സമയത്തിന് ഓഫീസിൽ വരില്ല, അവൻ എപ്പോഴും ലേറ്റാണ്, അവൻ്റെ ഒരു വർക്കും പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യില്ല, ഇപ്പം തന്നെ അവൻ എവിടെയോ കറങ്ങി നടക്കുകയാണ്, അവൻ ഇവിടെ ഒന്നും കാണുന്നില്ല എന്നൊരാളുടെ കുറ്റം പറയാണ്. അപ്പം നമ്മൾ പറയണേ, എടാ കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ഇന്ന് ലീവില്ല, അതുകൊണ്ടാണ് നീ അവൻ ഇവിടെ എങ്ങും കാണാത്തത്. അപ്പം അത് നമ്മൾ എങ്ങനെ പറയും? ദ തിങ് ഈസ് ഹീ ഈസ് ഓൺ ലീവ് ടുഡേ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, സംഭവം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ് ആ സെയിം എഫക്റ്റിൽ തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ദ തിങ് ഈസ് എന്നുള്ള ഫ്രേസ് വെച്ച് തുടങ്ങാവുന്നതാണ്. ഇനി നമ്മുടെ അഞ്ചാമത്തെ പാറ്റേൺ. നമുക്ക് ഒരു സ്വഭാവമുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെൻറ്റൻസസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? വളരെ സിമ്പിളായിട്ട് വാട്ട് ഐ മീൻ ഇസ് എന്നുള്ള ഫ്രേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്നുള്ള അർത്ഥത്തിൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തുടങ്ങണം, നേരത്തെ തുടങ്ങിയാലേ നേരത്തെ തീരുള്ളൂ എന്ന് എനിക്കൊരാളോട് പറയണം. അപ്പം ഞാനതെങ്ങനെ പറയും? വാട്ട് ഐ മീൻ ഇസ് വി ഷുഡ് സ്റ്റാർട്ട് ഏർലി. എന്ന് വെച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തുടങ്ങണം. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ പറയാണ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ സംസാരിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇംഗ്ലീഷിൽ സംസാരിക്കണം, എപ്പോഴൊക്കെ അവസരം കിട്ടുമോ അപ്പോഴെല്ലാം ഇംഗ്ലീഷിൽ സംസാരിക്കണം, കണ്ണാടിയിൽ നോക്കി സംസാരിക്കണം, കിടന്നുറങ്ങുന്നതിന് മുന്നേ സംസാരിക്കണം. അപ്പം ഞാൻ അവരോട് പറയാണ്, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ സെൻറ്റൻസ് എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അത് ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് വേണം. അത് നമ്മൾ എങ്ങനെ പറയാം? വാട്ട് ഐ മീൻ ഇസ് പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന കാര്യമാണ്, ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രേസ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഞാൻ പറയുകയാണ് എൻ്റെ ടീമിൻ്റെ അടുത്ത്, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റ് ഇന്ന് രാത്രി തന്നെ തീരണം, അല്ലെങ്കിൽ ഈ വർക്ക് ഇന്ന് രാത്രി തന്നെ തീരണം. ഇത് ഞാൻ എങ്ങനെ പറയും? വാട്ട് ഐ മീൻ ഇസ് ദിസ് പ്രോജക്റ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ടു നൈറ്റ്. ഇന്ന് രാത്രി തന്നെ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. സോ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന കാര്യമാണ്, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് ആ ഒരു എഫക്റ്റോട് കൂടി സംസാരിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസാണ് വാട്ട് ഐ മീൻ ഇസ്. ഇനി ദ ഫൈനൽ പാറ്റേൺ, മൈ ഫേവറേറ്റ് വൺ. സോ നമ്മൾ പറയത്തില്ലേ, ഒരു കാര്യമില്ല എന്ന് പറയത്തില്ലേ, ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഇവനോട് സംസാരിച്ചിട്ടൊരു കാര്യമില്ല, തർക്കിച്ചിട്ടൊരു കാര്യമില്ല, പറഞ്ഞിട്ടൊരു കാര്യമില്ല, അങ്ങനെ ഒരു കാര്യമില്ല. ഇതെന്ന് വെച്ചാൽ നമുക്ക് സ്കിപ്പ് അടിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ തർക്കിക്കരുതെന്ന് പറഞ്ഞാൽ ഡോണ്ട് ആർഗ്യൂ എന്ന് പറയാം, പക്ഷേ അതിന് ആ ഒരു എഫക്റ്റ് കിട്ടുമോ? തർക്കിച്ചിട്ടൊരു കാര്യമില്ല, ആ പറയുന്ന എഫക്റ്റ് കിട്ടുമോ? ഇല്ല. അപ്പം അതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസാണ് ദർ ഇസ് നോ പോയിന്റ്. ദർ ഇസ് നോ പോയിന്റ് ഇൻ. ഫോർ എക്സാമ്പിൾ, തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല, ദർ ഇസ് നോ പോയിന്റ് ഇൻ ആർഗ്യൂയിങ്. അവനോട് തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ദർ ഇസ് നോ പോയിന്റ് ഇൻ ആർഗ്യൂയിങ് വിത്ത് ഹിം. സോ ഒരു കാര്യമില്ല എന്ന് പറയാനാണ് ദർ ഇസ് നോ പോയിന്റ് ഇൻ എന്ന ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം എന്ന് നമ്മൾ ഒരാളോട് പറയാം. പരീക്ഷയുടെ റിസൾട്ട് വന്നു, ടെൻഷൻ അടിക്കുക, ഇരുന്ന് ടെൻഷൻ അടിക്കുക, ഭയങ്കര ടെൻഷൻ. ഇപ്പം ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല എന്ന് പറയാനായിട്ട് ദർ ഇസ് നോ പോയിന്റ് ഇൻ വെറിങ് നൗ. ഇപ്പം ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. വേറെ എക്സാമ്പിൾ, അവനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്നെങ്ങനെ പറയും? ഒരു കാര്യം നമ്മൾ അവനോട് സംസാരിച്ചു, നമ്മൾ സംസാരിക്കുന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല, അപ്പം നമ്മൾ പറയാം അവനോട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതെങ്ങനെ പറയും? ദർ ഇസ് നോ പോയിന്റ് ഇൻ ടോക്കിംഗ് ടു ഹിം. എന്ന് വെച്ചാൽ അവനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. സോ നിങ്ങൾക്ക് ഇതേ എഫക്റ്റോട് കൂടി ഒരു കാര്യമില്ല, വെറുതെ ആണ്, ഒരാവശ്യമില്ല എന്നൊക്കെ പറയുന്ന കേസിൽ അതേ എഫക്റ്റോട് കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ എന്നുള്ള ഫ്രേസ്, ആ പാറ്റേൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് 5 വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ? ഫസ്റ്റ് വൺ, ഐ ടെൻഡ് ടു. ഇത് നമ്മൾ സാധാരണയായിട്ടൊരു കാര്യം ചെയ്യാറുണ്ട്, പൊതുവേ ചെയ്യാറുണ്ട് എന്ന് പറയാനായിട്ട് ഐ ടെൻഡ് ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ ടെൻഡ് ടു സ്ലീപ്പ് എ ലോട്ട്. ഞാൻ പൊതുവെ ഒത്തിരി ഉറങ്ങാറുണ്ട്. സെക്കൻഡ് വൺ, ഐ ഹാപ്പൻ ടു. അതായത് പ്രതീക്ഷിക്കാതെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയാനായിട്ട്, അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കാര്യം നടക്കും എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഹാപ്പൻ ടു. ഫോർ എക്സാമ്പിൾ, ഐ ഹാപ്പൻ ടു മീറ്റ് ഹിം അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പ്രതീക്ഷിക്കാതെ അവനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു.
തേർഡ് വൺ ഇസ് ഐ വാസ് അബൌട്ട് ടു. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വാസ് അബൌട്ട് ടു എന്ന് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ വാസ് അബൌട്ട് ടു ലീവ് ദി ഓഫീസ്. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പോവുകയായിരുന്നു. ഫോർത്ത് വൺ ഇസ് നമ്മളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ, കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രേസാണ് ദ തിങ് ഇസ്. ദ തിങ് ഇസ് ഐ എം നോട്ട് ഫീലിംഗ് വെൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തീരെ സുഖമില്ല. ഫിഫ്ത്ത് വൺ ഇസ് നമ്മളൊരു കാര്യം ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രേസാണ് വാട്ട് ഐ മീൻ ഇസ്. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്ട് ഐ മീൻ ഇസ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു. ഇനി ആറാമത്തെ എൻ്റെ ഫേവറേറ്റ്, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചെയ്തിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. വേറെ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ ടോക്കിംഗ് ടു യു എന്ന് വെച്ചാൽ നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ കേസിൽ ദർ ഇസ് നോ പോയിന്റ് എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ചിലപ്പോൾ ഇതുപോലത്തെ പാറ്റേൺസ് അറിയാമായിരിക്കും. അങ്ങനെ അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി കോമെൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഉറപ്പായിട്ടും കോമെൻറ്റ് ചെയ്യുക. ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ്, ഇൻഫോർമേറ്റീവ്, സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പിലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫോളോ സബ്സ്ക്രൈബ് ടു ആ ചാനൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ വീഡിയോസും 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലുള്ള ആരെങ്കിലോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവർക്ക് ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mitra. Have a marvelous day. English Mitra. Stop worrying, start learning.